ഇതാണ് നമ്മുടെ സ്വന്തം വയനാടിൻ്റെ ടൗൺഷിപ്പ്. വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും ആൾക്കാർ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ. നമുക്കൊരു ടൂറിസ്റ്റ് ബസ് പോലെയൊക്കെ കാണാം. ഒന്നാമത് ഈ സ്ഥലത്തെക്കുറിച്ച് പറയേണ്ട, കണ്ണായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പറ്റയുടെ കണ്ണായ സ്ഥലത്താണ് ഈ ടൗൺഷിപ്പ് ഉള്ളത്. സെൻറ്റിന് ലക്ഷങ്ങൾ വരുന്നുണ്ട്. എന്തോ ആളുകളല്ലേ, രക്ഷയില്ല. ഇത് ഈ ഒരു കട്ട വെയിൽ കൊണ്ടാണ് ആളുകൾ ഇതെല്ലാം കാണാൻ വരുന്നത്. സത്യം പറഞ്ഞത് കാണേണ്ട ഒരു കാഴ്ചയാണ്. കാണാൻ പറ്റുന്നവരെല്ലാം വരിക, കാണുക, നേരിട്ട് അനുഭവിക്കുക. കാരണം ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പണമാണ്. അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. കാണുക, ബോധ്യപ്പെടുക. ഇത് ഇതിൻ്റെ കയറിയിട്ട് കാണിച്ചില്ല. ഇത് കാണിക്കുന്നത് സോളാറിൻ്റെ ഫൗണ്ടേഷൻ ആയിരിക്കും. കാനയുടെ വർക്കും എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കാണുന്നത്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാലേ ഇതിൻ്റെ കറക്റ്റ് സംഭവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് ഓരോ വീട്ടിലേക്കുള്ള വേലിയാണ്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഒടുക്കത്തെ തിരക്കാണ് ഇവിടെ. എന്നും തിരക്കാണെന്നാണ് പൊതുവെ ഓട്ടോക്കാരും എല്ലാവരും പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും എല്ലാം മണ്ണിനടിയിലൂടെയാണ് കണക്ഷൻ എടുക്കുന്നത്. എല്ലാം നമുക്കൊന്നും പുറമേക്ക് ഇങ്ങനെ ലൈൻസായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇത് പാലാരിവട്ടം പാലം ഉണ്ടാക്കിയ പോലെയല്ല, കമ്പിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊരു ചരിത്ര നിമിഷമാണ്, ചരിത്രമാണ്, അങ്ങനെ തന്നെ വേണം പറയാൻ. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്റ്റ് എമൗണ്ട്, പ്രൊജക്റ്റഡ് ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് വീടിൻ്റെ ഉൾഭാഗം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ അലമാരയൊക്കെ കാണാട്ടോ. അത്യാവശ്യം നല്ല വീതിയും വിസ്താരമൊക്കെ ഉള്ള റൂമാണ്. ഉടായിപ്പല്ല. ജനലിൻ്റെ ലോക്ക് സംവിധാനമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഹാളിലേക്ക് തുറക്കുന്ന ടോയ്ലറ്റാണ് കേട്ടോ. ഇത് അടുത്ത റൂമാണ്. ഓരോ റൂമിലും അലമാര ഉണ്ട് കേട്ടോ. ഇത് വലിയ സൗകര്യമായിട്ട് തോന്നി. ഇതാണ് അടുക്കള. ഇത് പുറത്തേക്കുള്ള ഡോറാട്ടോ. സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് മുകൾ വശത്തുണ്ട്, അതേപോലെ തന്നെ താഴത്തും കാണാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അറിയില്ല.
ആളുകളെല്ലാം ഫോട്ടോയും മറ്റൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കേരളത്തിൽ എല്ലാവരും വന്ന് ഈ ടൗൺഷിപ്പ് കാണണം. കാരണം ഓരോരുത്തരുടെയും പൈസയാണ്. അത് പ്രോപ്പറായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടോ, എന്താണ് ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക. അതായത് ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ ഇത്രയും നല്ലൊരു ഉദാഹരണം കിട്ടില്ല സത്യമായിട്ടും. LDF സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കിയത്. കോൺഗ്രസ് ആണെങ്കിൽ കല്ലിട്ട് പോകുമായിരുന്നു. ഇപ്പം നിലയിൽ എന്താ അവസ്ഥ? 1000 വീട് പറഞ്ഞ് പിന്നെ 500, 300, 200, 100 മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു ഗവൺമെൻറ്റിന് ഭാവിയിൽ അവർ വന്ന് ഭരിക്കും, നല്ല രീതിയിൽ ഭരിക്കും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതാണ് സത്യം. നേരത്തെ പറയാം, ഇവിടെയൊക്കെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്ക് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ അത്യാവശ്യം എങ്ങനെ ആയാലും ഒരു 8-10-12 പേരുണ്ട് ഏകദേശം ഓൾറെഡി. ഇതിപ്പോൾ ഒരു ഷിഫ്റ്റായിട്ടാണ് എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാം വർക്കെല്ലാം പ്രോപ്പറായിട്ട് ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി സംവിധാനം, കൺട്രോളിങ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു സെക്ഷനിലാണ് കാര്യങ്ങൾ വരുന്നത്. 2 ഫോറിനേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പം സർ, ഗുഡ് നൈറ്റ് പ്ലീസ് സർ. My name is James McRae from Scotland. Bernard. My name is Bernard of Scotland. സ്കോട്ട്ലാൻഡ്. ഓക്കെ, രണ്ടുപേരും സ്കോട്ട്ലാൻഡിൽ നിന്നാണ്. ഇവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കാട്ടോ. I think it's a great township. It's been wonderful of the government to establish this so quickly and so speedily. And the houses are so well made. Very spacious inside, and the families will enjoy living in them. 2 years ago, we were in Trivandrum, and we had the booking here at a homestay in Calpetta. I phoned the lady, and she said, "Don't come. There's been a disaster." And now, 2 years later, here we are watching the new township develop. It's wonderful. അവർ പറഞ്ഞത്, അവർ 2 വർഷം മുന്നേ ഇവിടെ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തായിരുന്നു. ആ സമയത്താണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരാകെ പേടിച്ചു. അപ്പോൾ അവിടുത്തെ ലേഡി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ സേഫാണ്. ഓക്കെ, അങ്ങനെ അവർ പോയി. പിന്നീട് അവർ തിരിച്ചു വന്നു. കാരണം അങ്ങനെ ഒരു അനുഭവം വന്നിട്ട് ഇതിനൊരു പരിഹാരം കണ്ടു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് വേൾഡിലെ തന്നെ വളരെ വളരെ റയറാണ്. എന്തായാലും ഇത് നമ്മുടെ കേരള സർക്കാരിന് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ സംഭവം. സത്യം പറഞ്ഞാൽ ചരിത്രം തന്നെ.